ഒടുവിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. നയം മാറ്റിയോ എന്നാണ് ചോദ്യം. മധു, നയവും നിലപാടുമൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ആണ് ഇനി വ്യക്തമാക്കപ്പെടേണ്ടത്. പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമായിരുന്നോ എന്നത് വിശദീകരിക്കാൻ അടുത്ത ബുധനാഴ്ച ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം മുഖ്യമന്ത്രി വരും എന്നുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. 2-3 കാര്യങ്ങളിൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തിനാണ് ഉപസമിതി രൂപീകരിച്ചത്? ഉപസമിതി രൂപീകരിച്ചത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇനി എന്തു ചെയ്യാൻ കഴിയും സർക്കാരിന് എന്നത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഉപസമിതി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ നേതാവ് PK നവാസ് നമ്മളോടടക്കം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാം എന്നത് പഠിക്കാനാണ് ഉപസമിതി രൂപീകരിച്ചത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ലീഗിനോട് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ UDF തീരുമാനം അങ്ങനെയായിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഉപസമിതി രൂപീകരിച്ചത്? ഉപസമിതി രൂപീകരിച്ചത് PM ശ്രീയിൽ ഇനി എന്തു ചെയ്യാൻ കഴിയും എന്നത് പഠിക്കാനും സർക്കാരിനെ ഉപദേശിക്കാനുമാണ്. ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചോ? ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇന്ന് UDF കൺവീനർ പറയുന്നത് ഏതൊക്കെ സ്കൂളുകളാണ് PM ശ്രീയുടെ ഭാഗമാകുന്നത് എന്ന കാര്യമടക്കം തീരുമാനിക്കാൻ ഉപസമിതിയുടെ തീരുമാനം വരേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ അന്ന് ഉപസമിതി രൂപീകരിച്ചത് ഏതൊക്കെ സ്കൂളുകളാണ് ഈ ലിസ്റ്റിൽ വരുന്നത് എന്നത് തീരുമാനിക്കാനായിരുന്നോ എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എങ്കിൽ ഈ MOUവിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പാഠപുസ്തകങ്ങളടക്കം തയ്യാറാക്കുന്നതിന് സ്റ്റേറ്റ് ഫ്ലവേഴ്സ് അനുബന്ധിച്ച് തീരുമാനമെടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ LDF സർക്കാർ ഒപ്പുവെച്ച MOUവിൽ തന്നെ പറയുന്ന കാര്യം ഇനി ഉപസമിതി പഠിക്കണോ? അപ്പോൾ അതും വേണ്ടതില്ല. ഇനി കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, RSS അജണ്ടയ്ക്ക് അനുസരിച്ചുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഇത് നടപ്പിലാക്കുകയുള്ളൂ. ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഉപസമിതി തീരുമാനം സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. കരിക്കുലവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ടെക്സ്റ്റസുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും തീരുമാനം പുതുതായി, അതായത് ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും നിലനിൽക്കുക. അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളും യാതൊരു തരത്തിലുള്ള മാറ്റവും വരാതെ ഇന്നിങ്ങനെ ഒരു തീരുമാനം UDF യോഗത്തിൽ എടുത്തത് എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? ഇപ്പോഴെന്തിനാണ്? ഈ 3 ചോദ്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട പണം ഇനി ഏത് അക്കാഡമിക് ഇയറിലാണ് നമുക്ക് കിട്ടുക? ഇതിപ്പോൾ ഓണത്തിന് ശേഷം വിപുലീകൃത UDF യോഗം കൂടി എടുത്തതിന് ശേഷമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ അക്കാഡമിക് ഇയർ, ഈ മാർച്ച് ഏപ്രിൽ കഴിയുമ്പോഴത്തേക്കിനും ഈ സാമ്പത്തിക വർഷം തീരും. ഈ സാമ്പത്തിക വർഷം തീരുമ്പോൾ PM ശ്രീ പദ്ധതിയും തീരും. അപ്പോൾ ഈ അക്കാഡമിക് ഇയർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പണം കിട്ടുക. അത് തുച്ഛമായ പണമാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് എന്ന് പറയാൻ കഴിയും 2022 മുതൽ ഇങ്ങോട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള സമ്മർദ്ദം കേരളത്തിന് മേൽ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. 2022 to 2026 ഇത് നടപ്പിലായിട്ടില്ല എങ്കിൽ നമുക്ക് വളരെ ഹ്യൂജ് ആയൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഈ അക്കാഡമിക് ഇയറിൽ നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന പണം എന്ന് പറയുന്നത് തുച്ഛമാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടല്ല. ഇനി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ? അല്ല. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. കോൺഗ്രസിന് വേണ്ടിയിട്ടാണെങ്കിൽ കോൺഗ്രസിന്റെ നയവും നിലപാടും ഇതായിരുന്നില്ല. കോൺഗ്രസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ KSUവിന് ഈ നിമിഷവും PM ശ്രീയുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മാറില്ല എന്ന അലോഷ്യസ് സേവ്യർ, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ, മുഖ്യമന്ത്രി കാണാൻ വിസമ്മതിച്ച അലോഷ്യസ് സേവ്യർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. KSU ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇനി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണോ? കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ PM ശ്രീ ആയിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങളുടെ ഏറ്റവും മൂർച്ചയേറിയ പ്രചാരണായുധം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് PM ശ്രീയാണ് വേണ്ടിയിരുന്നതെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ തന്നെ വരേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ എന്തിനാ ഈ തീരുമാനം എന്നാണെങ്കിൽ, ഉപസമിതി റിപ്പോർട്ട് വരാതെ, കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും വരാതെ ഈ തീരുമാനമെടുത്തത്, അതും ഈ ആദ്യത്തെ, ഒന്ന് ആലോചിച്ച് നോക്കണം, UDF അധികാരത്തിൽ വന്നതിന് ശേഷം ചേർന്ന ആദ്യത്തെ UDF യോഗമാണ്. ആ യോഗത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. നേരത്തെ ചർച്ചയിൽ പറഞ്ഞത് ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഈ ചർച്ച നമ്മൾ ഇന്ന് പുനർജനിയുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിരുന്നത്. പിന്നീടാണ് ഈ വാർത്ത വരുന്നത്. ആ ചർച്ചയിൽ വരാമെന്നേറ്റ കോൺഗ്രസ് പ്രതിനിധി ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കാരണം അവർക്ക് മാനസികമായി ന്യായീകരിക്കാൻ കഴിയുന്ന, മുൻപ് പറഞ്ഞ നിലപാടുകൾ വിഴുങ്ങാൻ എളുപ്പമായ ഒരു സാഹചര്യമല്ല ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൽ തന്നെ ഇതിന് എതിരഭിപ്രായമുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് UDFന്റെ കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഉപസമിതി റിപ്പോർട്ട് വരേണ്ടതുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും പര്യാപ്തമായ ഒരു തീരുമാനമല്ല. UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം മാത്രമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഒരു വ്യത്യാസം എന്താണ്? LDF സർക്കാർ ഇത് ഒപ്പുവെക്കുമ്പോൾ LDFിലെ എല്ലാ ഘടകകക്ഷികൾക്കും ഇതിനോട് അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നില്ല.
CPIക്ക് അന്നും അനുകൂലമായ തീരുമാനമുണ്ടായിരുന്നില്ല. LDFിൽ ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല, പ്രത്യേക സാഹചര്യത്തിൽ ഒപ്പുവെക്കുന്നു എന്നൊരു തീരുമാനം ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ UDFിൽ ഏകകണ്ഠമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു. കാരണം UDF യോഗം ചേർന്നിരിക്കുന്നു. UDFിന്റെ കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ലീഗിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വല്ലതും മൊഴിയാനുണ്ടോ എന്നുള്ളത്. ലീഗിന്റെ നിലപാട് എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഡിബേറ്റിൽ 7 മണിക്ക് PK നവാസിന്റെ പ്രതികരണം അടക്കം കാണിക്കുകയും ചെയ്തിരുന്നു. ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപസമിതി രൂപീകരണം എന്നായിരുന്നു ലീഗിന്റെ ധാരണയെങ്കിൽ, പാർട്ടി നിലപാടെങ്കിൽ, ഇന്ന് ആ പാർട്ടിയെ പ്രതിനിധീകരിച്ച് UDF യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ മാത്രം UDF യോഗത്തിലെടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ UDF ഈ തീരുമാനമെടുത്തത്? അതോ ഇതിനു മുൻപേ ലീഗിന് അത് അറിയാമായിരുന്നു എന്നുള്ളതാണ്? ഈ UDF യോഗത്തിൽ ഈ കാര്യത്തിൽ ചർച്ചയുണ്ടാകും. അതിൽ നമ്മളുടെ തീരുമാനം ഇന്നതാണ്, അത് PM ശ്രീക്ക് അനുകൂലമാണ് എന്ന രാഷ്ട്രീയ തീരുമാനം ലീഗ് എടുത്ത് ഇന്ന് UDF യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളെ അത് അറിയിച്ച് ആ നിലപാട് ഇവിടെ സ്വീകരിക്കാൻ പറഞ്ഞു വിട്ടതാണോ എന്നതുകൂടി ലീഗ് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൂടി ഞാൻ വിചാരിക്കുന്നു. ഇനി ഏറ്റവും വലിയൊരു പ്രതിരോധം എന്താണ്? പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രതീഷ് കാളിയാടൻ പറഞ്ഞിട്ടുണ്ട്, ഏകപക്ഷീയമായി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നത്. ശരിയാണ്, അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയാണ്, ആ കാര്യത്തിൽ ഒരു തീരുമാനം, അങ്ങനെ ഒരു ലേഖനം പുറത്തു വന്നിട്ടുമുണ്ട്. ഇനി ആ തീരുമാനപ്രകാരം ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ പ്രൊവിഷൻ അനുസരിച്ച് 30 ദിവസത്തെ നോട്ടീസ് നൽകി കേരളത്തിനോ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാനുള്ള താല്പര്യം അറിയിക്കുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതാണല്ലോ പറയുന്നത്. ഇങ്ങനെ തീരുമാനം അറിയിച്ചോ? ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതല്ല ഇപ്പോഴും പറയുന്നത്. UDF ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് അംഗീകരിക്കുന്നു. ഞങ്ങൾക്കിതിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് താല്പര്യമെന്ന് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അതിൽ കേന്ദ്ര സർക്കാർ ആ ആവശ്യം ഡിനൈ ചെയ്യുകയാണോ ചെയ്തത്? അതോ അങ്ങനെ ഒരു ആവശ്യം അറിയിച്ചിട്ട് കേന്ദ്ര സർക്കാർ അതിൽ തീരുമാനമെടുക്കാൻ വൈകുകയാണോ ചെയ്യുന്നത്? അതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഭീഷണി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കേന്ദ്രം എന്തു ചെയ്തു കളയുമെന്നാണ് പറയുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയാൽ കേന്ദ്രം എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുമോ? ഇതൊരു കരാറൊന്നുമല്ല, ഇതൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതൊരു എഗ്രിമെന്റ് എന്ന നിലയ്ക്ക് മാത്രം നമുക്കിതിനെ കണ്ടാൽ മതി. ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ അതിലൊരു കരാർ ലംഘനമൊന്നും ഉണ്ടാകുന്നില്ല. ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ അത് 30 ദിവസത്തെ നോട്ടീസ് ടൈം വെച്ച് കേന്ദ്രത്തെ അറിയിക്കാം. അറിയിച്ചിട്ടുണ്ടോ? പറഞ്ഞാൽ മതി. അറിയിച്ചിട്ട് കേന്ദ്രം അത് ഡിനൈ ചെയ്യുകയാണോ ചെയ്തത്? കേന്ദ്രം അതിൽ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുകയാണോ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നത് പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. നോക്കി, ഈ പരീക്ഷാ പരിഷ്കരണ ബില്ലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ RSS വൽക്കരിക്കുന്നു, നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ RSS വൽക്കരിക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ചാണ് LDF സർക്കാർ ഈ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ, ഈ MOUയിൽ ഒപ്പുവെച്ച സമയത്ത് കോൺഗ്രസ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് CPM അതിന്റെ നയനിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നു തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ നയം എന്തായിരുന്നു? കോൺഗ്രസിന്റെ നയം ഇതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണല്ലോ CPM അതിന്റെ നയനിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന്റെ കേന്ദ്ര നിലപാട്, KC വേണുഗോപാലിന്റെ അടക്കം കേന്ദ്ര നേതാക്കളുടെ നിലപാട്, അതിന് വിരുദ്ധമായൊരു നിലപാട് ഇവിടെ സ്വീകരിക്കുമ്പോൾ കേന്ദ്രത്തിലൊരു നിലപാട്, സംസ്ഥാനത്തൊരു നിലപാടാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ജെബി മേത്തർ ഒരു പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു, അതിന് ജെബി മേത്തറിന് മറുപടി കിട്ടുന്നു. ആ മറുപടിയിൽ പറയുന്നത് കേരളം ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ്. കേരളത്തിന് ഇതിന്റെ ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട പണം കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ്. ജെബി മേത്തർ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് ജെബി മേത്തറിന് ഈ വീടിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഈ വീടിന്റെ ഐശ്വര്യം എന്ന നിലയ്ക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ്. ഉത്തരം പ്രതീക്ഷിച്ചില്ല, വളഞ്ഞു ചുറ്റിയാണ് ചോദ്യം. ശരി, അപ്പം അങ്ങനെ ഒരു ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 3 സംസ്ഥാന സർക്കാരുകളാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാലയങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാത്തത്. ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. കേരളവും തമിഴ്നാടും ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ ഏതൊക്കെയെന്ന് വെച്ച് കേരളം കൊടുക്കുന്നു. പശ്ചിമ ബംഗാൾ ആ കത്തിൽ തന്നെ, ആ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്, പശ്ചിമ ബംഗാൾ റീസെന്റായി ഈ നടപടിക്രമവുമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്? പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. സംഭവിച്ചത് എന്താണ്? PM ശ്രീയുടെ വളരെ ഇനീഷ്യലായി എടുക്കേണ്ട തീരുമാനങ്ങളുമായി 2 സർക്കാരുകളും മുന്നോട്ട് പോകുന്നു. മുദ്ര മാത്രമേ മാറ്റമുള്ളൂ എന്നതാണ് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ 3 MLA-മാരെ മാത്രം വെച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനം എന്ന് CPM വിമർശനം ഉന്നയിക്കാൻ കാരണം അതാണ്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി, കേരളത്തിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി. പശ്ചിമ ബംഗാളിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നു, കേരളത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നു. ഇനി ഇത് നോക്കൂ, ഇപ്പം ദില്ലി പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് കേസുകളെടുത്ത ഒരേ ഒരു പ്രതിപക്ഷ സംസ്ഥാനം ഏതാണ്? കേരളമാണ്.
ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ എങ്ങനെയാണ് 3 പേരെ മാത്രം വെച്ച്, അല്ലെങ്കിൽ MLA-മാർ ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് BJP-യുടെ കൃത്യമായ രാഷ്ട്രീയ ധാരണകൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ PR സുനിൽ ചൂണ്ടിക്കാണിച്ചു, ദില്ലി BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ പോലും പുറത്തിറക്കിയിരിക്കുന്നു അവിടെ ഈ കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട FIR റദ്ദാക്കുമെന്ന്. ഇവിടെ ഇന്നും ആഭ്യന്തരമന്ത്രി രാവിലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകൾ എവിടെ നിന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AI പവേർഡ് ആയിട്ടുള്ള ഫേഷ്യൽ റിക്കഗ്നിഷൻ ടൂൾ അടക്കം വെച്ചുകൊണ്ട്, ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ലാത്ത നിയമം വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഈ പറയുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ ടൂൾ വെച്ച് കണ്ടെത്തിയ വിദ്യാർത്ഥികളെയാണ് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എന്ന് പറയുന്നത്. അവർക്കെതിരായ നിയമ നടപടി പരിശോധിച്ചു തീരുമാനിക്കേണ്ടതുണ്ട് എന്ന BJP-യുടെ വാദം ഇവിടെ നടപ്പിലാക്കുകയാണോ എന്നുള്ളതാണ്. PM ശ്രീയിൽ CPM-ന്റെ നിലപാട് എന്ത് എന്നത് ഇനി ചോദിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. PM ശ്രീ BJP ഒപ്പുവെക്കാനുള്ള തീരുമാനം CPM എടുത്തതാണ്. CPM അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിന്ത കൊണ്ടല്ല. CPI കടുത്ത വിമർശനം ഉന്നയിച്ചതിന്റെ പേരിലും CPI പുറത്തു വന്നതിനെ പ്രതിഷേധിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് 20 ദിവസത്തിനുള്ള തീരുമാനത്തിൽ നിന്ന് CPM പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം കേന്ദ്രത്തിന് കൃത്യമായി വാസുകി കത്തയക്കുന്നു. അതിൽ ഞങ്ങൾ ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്, അതിന്റെ തീരുമാനം വരുന്നതുവരെ അത് ഫ്രീസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഫ്രീസായി വെച്ചിരിക്കുന്ന അതിനെയാണ്, അതായത് ഫ്രീസായി വെച്ചിരിക്കുന്ന ആ തീരുമാനത്തിനാണ് ഇപ്പോൾ പുനർജന്മം കൊടുത്തിരിക്കുന്നത്. UDF അത് എന്തിനു വേണ്ടിയാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാണ്, ആശയവിനിമയം നടത്തിയാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചത് എന്ന വിമർശനം ഉന്നയിച്ചത് UDF ആണ്. ഇവിടെ ആരുമായി ആശയവിനിമയം നടത്തിയിട്ടാണ്, ആരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ്, ആരുടെ താല്പര്യമനുസരിച്ചാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ? ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി വരും എന്ന് വിചാരിക്കുന്നു, അദ്ദേഹം പഠിച്ചു കഴിയുമ്പോൾ. Meet the editors.